ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി രോഹിത്തിനോട് ചോദിക്കണേ, എന്താണ് എൻ്റെ ക്ഷാമക്ക് പറ്റിയത്? നീ മരുന്നൊന്നും കൊടുത്തില്ലേ? അവൾ ജലപാനം പോലും കഴിക്കുന്നില്ല, പിന്നെയല്ലേ മരുന്ന് എന്ന് പറയണട്ടോ. എന്നാൽ ഈ സമയം ശ്യാമ എന്താടി എന്ന് പറയണേട്ടോ. ഇതേ സമയം അവൾക്കുള്ള ഭക്ഷണം താ എന്ന് പറയുമ്പോൾ കഞ്ഞിയൊക്കെ ഇവിടെ കൊടുന്നു വെച്ച് കൊണ്ടേ കളയാ എന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. ഇപ്പോഴിതാ കഞ്ഞി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശാലിനി തന്നെ ശ്യാമക്ക് എങ്ങനെ, മോളെ നീ വാ തുറക്കടി, കുറച്ച് കഞ്ഞി വെള്ളത്തിൽ നിന്ന് തുടരാമെന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഇങ്ങനെ ക്ഷമയുടെ മുഖത്തോട്ട് ഇങ്ങനെ വായിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലേട്ടാ. അപ്പോൾ ഈ സമയം രോഹിത്ത് പറയുന്നുണ്ട്, എൻ്റെ ക്ഷമക്ക് നല്ല വ്യത്യാസമുണ്ട് ശാലിനി, നീ വന്ന് കയറിയപ്പോൾ തന്നെ അവളുടെ മുഖത്ത് നല്ലൊരു പ്രസാദം വന്നിട്ടുണ്ട്, അവൾ നല്ല തെളിച്ചമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന ശാലിനി അങ്ങ് സങ്കടത്തോടു കൂടി ക്ഷമക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം കോരി കൊടുക്കട്ടെ. അപ്പോൾ കഞ്ഞിവെള്ളം കോരി കൊടുക്കുമ്പോൾ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, എടി നീ കഴിക്കടി എന്ന് പറയാട്ടോ. എന്നിട്ട് ഈ ചുണ്ടിൻ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ശാലിനി തൻ്റെ സാരി തുമ്പ് കൊണ്ട് ഇങ്ങനെ തുടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ രോഹിത്ത് പറയണേ, ശാലിനി നീ നിൻ്റെ സാരി കൊണ്ട് തുടക്കേണ്ട, ഞാൻ തരാം കർച്ചീഫ് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്, ഞങ്ങൾ 3 പേരും ഒരു ഡ്രസ്സ് ഇട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലൂടെ വളർന്ന ആളുകളാണ് ഞങ്ങൾ 3 പേരും. ഞങ്ങൾക്കൊരു സങ്കടം എന്നാൽ സ്വത്തോ മുതലോ സാരിയോ ഒന്നുമല്ല വലുത്, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് ഞങ്ങളുടെ ബന്ധമാണ് എന്നിങ്ങനെ ശാലിനി പറയണ്ട. അപ്പോൾ അതൊക്കെ കേട്ട് ഇവിടെ ശ്യാമ ഇങ്ങനെ സന്തോഷത്തോടു കൂടി കിടക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യഭാമയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ്, പൊന്നി എവിടെ, പൊന്നി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ സത്യഭാമ വേണ്ടത് എന്ന് കാർത്തിക പറയാനിട്ട്. അപ്പോൾ ഉടൻ തന്നെ പൊന്നി ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതെന്ന് പറയുമ്പോൾ പൊന്നി കടന്ന് വരുന്നു കേട്ടോ. അപ്പോൾ പൊന്നിയെ കണ്ടവിടെ തന്നെ സത്യഭാമ പറയാണ്, പൊന്നി എത്തിയോ, നീ വരണമെന്നില്ലല്ലോ, നിൻ്റെ കുഞ്ഞിനെ എങ്ങനെയുണ്ട്? മോൾക്ക് മരുന്ന് കൊടുത്തു പനിയുടെ, അവൾക്ക് പനി കുറവ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങ് പോകുന്നതെന്ന് പറയട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഒത്തിരി പെണ്ണുങ്ങൾ ഉള്ളതല്ലേ ഈ വീട്ടിൽ, ഇപ്പോൾ പോരാത്തതിന് ശ്യാമക്കൊരു ഹോം നേഴ്സും വന്നിട്ടുണ്ടെന്ന് പറയട്ടെ. അത് കേൾക്കുന്ന വിഷ്ണുവിന് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ ഇറുക്കി പിടിക്കുകയാണ്. പിന്നീട് അവിടെ രാഘവനാണ് മറുപടി പറയുന്നത്, ബാമേ നീ തന്നെ പറയണം, പെണ്ണുങ്ങൾക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ പണിയൊന്നുമില്ല എന്ന് അത് നീ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് രാഘവൻ ഇങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോൾ, എന്തിനാണ് നിങ്ങൾ എന്നെ കളിയാക്കുന്നത്? അതെന്നെ പറഞ്ഞാൽ നീ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവർ തമ്മിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് വിഷ്ണുവിനൊരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ വിഷ്ണു അതെയോ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ആ വയ്യാത്ത കാലം വെച്ച് വിഷ്ണു പെട്ടെന്ന് അങ്ങ് എണീക്കുകയാണ് കേട്ടോ. ഈ സമയം എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാതെ വിഷ്ണു എന്തിനാണ് ഈ ഞെട്ടി നിൽക്കുന്നതെന്നറിയാതെ ഇവിടെ സത്യാമ്മ ഇങ്ങനെ നോക്കി നിൽക്കണം. എന്താടാ, ആരുടെ ഫോൺ കോളാണ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പപ്പിമോള് സ്കൂളിൽ നിന്ന് കാണാനില്ല എന്ന് പറയുന്നു എന്ന് പറയാനായിട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എല്ലാവരും എന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഞെട്ടാണ്. ആ സമയമാണ് പിള്ള രാഘവൻ സാറേ, സത്യമേ എന്നൊക്കെ പറഞ്ഞ് ഉറക്കി വിളിക്കുന്നതായിട്ട്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പിള്ളയോട് പറയണേ, അതെ നമ്മുടെ ശ്യാമമോള് കഞ്ഞി കുടിച്ചിരിക്കുന്നു, അതുമാത്രമല്ല അവളുടെ മുഖത്ത് ശാലിനിമോള് വന്നപ്പോൾ നല്ല തെളിച്ചമുണ്ടെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന രാഘവൻ പറയണ, അവളുടെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന ശാലിനി തന്നെയാണ് ശ്യാമക്ക് ഏറ്റവും നല്ല മരുന്ന് എന്നിങ്ങനെ രാഘവൻ പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി തൻ്റെ ഫോൺ എടുത്തിട്ട് സത്യക്ക് വിളിക്കുകയാണ്. അങ്ങനെ മോളെ നീ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടെ. എന്നാൽ ഈ സമയം ഞാൻ ബോംബെയിലോട്ട് പെട്ടെന്ന് പോന്നിട്ടുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടെ ഉണ്ടാവില്ല എന്ന് പറയാനായിട്ടാ. അതെയോ അമ്മ മീറ്റിങ്ങിൻ്റെ കാര്യത്തിന് പോയതല്ലേ? അതെ, ജോലിപരമായ കാര്യത്തിന് പോയതാണ്, എന്നാൽ അമ്മ ഫോൺ വയ്ക്കട്ടെ. ശരി മോളെ, ശ്രദ്ധിച്ചോളണം എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് കൊടുക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഷാലിനി ഫോൺ വെച്ചോടെ തന്നെ ഷാലിനിക്ക് വേറൊരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ ഷാലിനി ഈ സംസാരിക്കുമ്പോൾ, അതെയോ എന്നാൽ ഞാൻ ഇപ്പോൾ വരാം, ഒട്ടും വൈകിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷാലിനി അവിടുന്ന് ഓട്ടം ഓടാണ്. എന്നാൽ ഈ സമയം പിന്നീട് പപ്പിയാണ് കാണിക്കുന്നത്. പപ്പിയും സരോജത്തിൻ്റെ മക്കളും ചൈനക്കോളിൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പിച്ച തെണ്ടിക്കൊണ്ടുവന്ന ആ ഒരു പൈസ ഇങ്ങനെ കാളിയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഭദ്രകാളിയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ട് പറയുകയാണ്, എൻ്റെ അമ്മയുടെ അസുഖം മാറ്റി കൊടുക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഷാലിനി കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാലിനി ഇങ്ങനെ സരോജത്തിനോട് ചോദിക്കുകയാണ്, എന്താ സരോജ, കുഞ്ഞുങ്ങളെ കൊണ്ട് ഭിക്ഷാടനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയുന്നതല്ലേ, അതൊരു നല്ല കാര്യത്തിനല്ലേ? അപ്പോൾ പപ്പിമോള് മാത്രം ചെയ്യുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ എൻ്റെ മക്കളെയും കൂട്ടി, കാരണം എൻ്റെ മക്കൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ, അവർക്കൊരു വീടുണ്ടായത് തന്നെ, അവരിന്ന് ഒരു എല്ലാം ഉണ്ടായത് തന്നെ ഈ പറയുന്ന ഷാലിക്കുഞ്ഞ് കാരണമല്ലേ. അപ്പോൾ ഷാലിനിയുടെ കുടുംബത്തിന് വേണ്ടി എൻ്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ സരോജം പറയും.
പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പപ്പിയാണെങ്കിൽ പപ്പിയുടെ അടുത്തോട്ട് ഈ സരോജത്തിൻ്റെ മക്കളുണ്ടല്ലോ അവർ ചെന്നിട്ട് പറയണത് മോളെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ നമുക്ക് ഈ പെട്ടിയിലോട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പെട്ടിയിലോട്ട് ഇടാൻ കേട്ടോ. പിന്നീട് പപ്പി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അമ്മക്ക് ഒരു കുഴപ്പം വരരുത്, എൻ്റെ അമ്മ എണീറ്റ് നടക്കണേ, എൻ്റെ അമ്മക്ക് വേണ്ടിയാണ് ഞാൻ ഈ വഴിപാട് ചെയ്യുന്നത്, എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചി ഇവിടെ എത്തണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശാലിനി ഇത് കേൾക്കണം കേട്ടോ. അപ്പോൾ ശാലിനി പറയണേ പപ്പിയോട് പറയണേ, മോളെ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് സത്യയുടെ അമ്മ എങ്ങനെ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്, അതൊക്കെ എന്നോട് നീ ഇനിയിപ്പോൾ വിളിച്ചില്ലേ, ആ വിളിച്ച കാളി പറഞ്ഞിരിക്കുന്നു എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ അവിടെ ഒരുപാട് സന്തോഷമാവുകയാണ് പപ്പിക്ക്. എന്നോട് ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ മോള് സങ്കടപ്പെടണ്ട. അപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചി എത്തിയിട്ടുണ്ട്, വാ നമുക്ക് പോവാം, എങ്ങോട്ടേക്ക്, നിൻ്റെ വീട്ടിലോട്ട് എന്നിങ്ങനെ ശാലിനി തിരിച്ചും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇവരിങ്ങനെ പോകാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ സത്യാമ്മയാണെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിള്ളച്ചേട്ടൻ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ സത്യാമ്മ എന്തായി എന്നിങ്ങനെ പിള്ളച്ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. എടാ പിള്ള എന്തായി എന്നൊക്കെ ഇങ്ങനെ രാഘവനും ചോദിക്കുകയാണ്. അതെ, ഞാൻ അവിടെ അറിഞ്ഞ വിവരം സ്കൂളിൽ ചെന്നപ്പോൾ മോള് സ്കൂളിൻ്റെ വെളിയിൽ ഇങ്ങനെ നിന്നിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ചോദിക്കുകയാണ്, സ്കൂളിൻ്റെ വെളിയിൽ നിന്നെങ്കിൽ കുഞ്ഞിനെ അകത്തോട്ട് കൊണ്ടുവരേണ്ടത് സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്തമല്ലേ, എന്നിട്ട് നമ്മുടെ കുഞ്ഞെങ്ങട്ടാ പോയത്? അത് അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്, പക്ഷേ അവർ ഇപ്പോഴും സ്കൂളിൽ നിന്ന് കുട്ടി മിസ്സായ കാര്യം അവർ ഇപ്പോഴും അറിഞ്ഞില്ലായിരുന്നു, പിന്നെ എങ്ങനെ അവരിപ്പോൾ അറിഞ്ഞെന്ന് സത്യാമ്മ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പിള്ള പറയണേ, അവിടെ സംസ്ഥാനക്കാരെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി, കുഞ്ഞുങ്ങൾ ആരെങ്കിലും മിസ്സാണോ എന്ന് അറിയാൻ വേണ്ടി CCTV ജസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൽ കുഞ്ഞു സ്കൂളിൻ്റെ ഗേറ്റിന് വെളിയിൽ ഇങ്ങനെ പതുങ്ങി നിന്ന് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് കണ്ടു, എങ്ങോട്ടാണ് പോയതെന്നറിയില്ല. അപ്പോഴാണ് കുഞ്ഞ് മിസ്സായ വിവരം സ്കൂളുകാർ പോലും അറിയുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന രാഘവൻ പറയണേ, എന്താ ഈ പറയുന്നത്, സംസ്ഥാനക്കാർ കൊണ്ടുപോയിന്ന് അവരെ കണ്ടുവെന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നിട്ട് പിള്ള നീ പോലീസ് വിവരം അറിയിച്ചില്ലേ? ഞാൻ പോലീസുകാരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ. ഇതേ സമയം സത്യാമ്മ ചോദിക്കുകയാണ്, പോലീസുകാർ വിവരം അറിയിച്ചിട്ട് താൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അവരുടെ ഒപ്പം പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലല്ലേ പോലീസുകാർ ഈ അന്വേഷണത്തെ തുടരുള്ളൂ. അപ്പോൾ പിള്ള പറയണേ, അത് സ്കൂളിനടുത്തുള്ള പോലീസുകാർ. അപ്പോൾ എന്തൊക്കെയാണോ താനീ പറയുന്നതെന്ന് പിള്ളയോട് ചോദിക്കുകയാണ് കേട്ടോ. താൻ ഏത് പോലീസ് സ്റ്റേഷനിൽ അല്ല ഞാൻ അവരോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഞാനിങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണം. അപ്പോഴേക്കും രാഘവന് ദേഷ്യം പിടിക്കണം. രാഘവനെ പറയണേ, അവിടെ പൊട്ടപ്പിള്ളേ, തന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ താൻ അതിൻ്റേതായ ഉത്തരവാദിത്വം ചെയ്യില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് താൻ ഏത് പോലീസ് സ്റ്റേഷനിലാണ് അന്വേഷിച്ചത്? സ്കൂളിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ. അപ്പോൾ സത്യാമ്മ ചോദിക്കും, ഏത് സ്കൂളിൻ്റെ? അത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിൽ. അപ്പോൾ അങ്ങനെ തലതിരിച്ചിട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യാമ്മ, നീ എന്താ പിള്ളേ പറയുന്നത്, പിള്ളച്ചേട്ടൻ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ പറയണത്, താൻ എൻ്റെ വയസ്സിന് മൂത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അടിക്കുന്നില്ല, നീ എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയണ, അതെ ഞാൻ പിന്നെ അവിടെ പോയപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ പോയിന്നു, അന്യസംസ്ഥാനക്കാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാകെ വിറയിലായി, അതുകൊണ്ടാണ് എന്ന് പറയാൻ കേട്ടോ. ഞാൻ പോലീസിൽ പരാതിയൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ സ്കൂളുകാരും പരാതിപ്പെട്ടിട്ടില്ലേ എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മിസ്റ്റേക്ക് നമ്മുടെ അടുത്താണ്, കാരണം സ്കൂളുകാർ എന്തായാലും ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും പരാതി കൊടുക്കില്ല, കാരണം ഇന്നത്തെ കുട്ടികളുടെ കുസൃതി അങ്ങനെയാണല്ലോ. കാരണം സ്കൂളിലോട്ട് പോരുക എന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ല തൻ്റെ ഇടമുള്ള മക്കളാണെങ്കിൽ സ്കൂൾ കട്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുള്ള കുട്ടികളാണല്ലോ ഇന്നത്തെ കുട്ടികൾ. അതുകൊണ്ട് അതൊക്കെ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് അവരത് ചെയ്യുള്ളൂ. എൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് അന്യസംസ്ഥാനം കടന്നിട്ടുണ്ടാവെന്ന് പറയുമ്പോൾ എന്താ രാഘവേട്ട ഈ പറയുന്നത്? ഞാൻ ഈ രോഹിത്തിനെ വിളിക്കാം എന്ന് കരുതിയതാണ്, അതിന് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റ്. കാരണം നീ ഈ പിള്ളേച്ചേട്ടനെ മാത്രം പറഞ്ഞു വിട്ടത് നീ ചെയ്ത തെറ്റല്ലേ, പിള്ളയെ മാത്രം പറഞ്ഞു വിടാൻ പാടില്ലല്ലോ എന്നിങ്ങനെ സത്യാമ്മയോട് പറയുമ്പോൾ രോഹിത്താണെങ്കിലോ ക്ഷാമയുടെ അരികിലാണ്, വിഷ്ണുവിനാണെങ്കിലോ കാലോണ്ട് വയ്യ, പിന്നെ ഞാൻ പോയിട്ടെന്താ, അതുകൊണ്ടല്ലേ ഞാൻ ഈ പിള്ളയെ പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, അതന്നെ നിൻ്റെ അടുത്ത് പറ്റിയ തെറ്റ്, എന്തായാലും കുഞ്ഞിപ്പോൾ അന്യസംസ്ഥാനം വിട്ടിട്ടുണ്ടാവും. എന്താ രാഘവേട്ട നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ രോഹിത്തിനെയും വിഷ്ണുവിനെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയട്ടെ? അത് കേൾക്കുന്ന രാഘവൻ പറയും, നീ അവിടെ പോയിട്ട് എന്തെടുക്കാനാണ്, നിന്നെ കൊണ്ട് എന്ത് കഴിയാനാണ്? എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇവിടെ അതിലും വലിയൊരാളുണ്ട്, ജില്ലാ കലക്ടറാണ് നമ്മളുടെ വീടിനുള്ളിൽ ഇരിക്കുന്നത്. ജില്ലാ കലക്ടർ വിചാരിച്ചാൽ ഇതിനെല്ലാം തീർപ്പുണ്ട്.
അത് കേൾക്കുന്ന സത്യാമ്മ ഒന്ന് ഞെട്ടാണ് കേട്ടോ. അവളുടെ ഒരൊറ്റ ഫോൺ കോൾ പോലീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ നാട് മുഴുവനുള്ള പോലീസ് മൊത്തത്തിൽ ഇളകും, പെട്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയും. അതുകൊണ്ട് കയ്യിലുള്ള നിധി നീ തട്ടിക്കളയാതെ ചോക്കമലയുടെ മുകളിൽ കയറി എന്ന് ചോക്ക അന്വേഷിക്കുന്ന പോലെയാണല്ലേ നിൻ്റെ കാട്ടിക്കൂട്ടൽ എന്ന് സത്യാമ്മയോട് പറയുമ്പോൾ സത്യാമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നിൻ്റെ അഹങ്കാരഭാവം കുറച്ച് വെച്ച് നീ പെട്ടെന്ന് അത് ചെയ്യുമെന്ന് പറയട്ടോ. അങ്ങനെ സത്യഭാമ അവിടെ പൊന്നിയോട് പറയാണ്, പൊന്നി നീ ശാലിനിയെ ഒന്ന് വിളിച്ചെന്ന് പറയണേ. ഇതേ സമയം പൊന്നി പറയണം, അയ്യോ ശാലിനി കൊച്ച് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അത് കേട്ടവിടെ നിന്നെ സത്യാമ്മയോട് പിള്ള വീണ്ടും പറയണേ, അതെ നിൻ്റെ അടുത്ത് ഫോണില്ലേ, നീ ശാലിനിയെ വിളിക്കുമെന്ന് പറയട്ടെ. അങ്ങനെ എന്തായാലും ശാലിനിയെ വിളിക്കുന്ന ആ ഒരു സീനാണ്. ഇങ്ങനെ ഒരു സീനൊന്നും റീമേക്കിലില്ല. അപ്പോൾ പുതിയൊരു കഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പപ്പിയെ കൊണ്ടുവരുന്നത് റീമേക്കിൽ സത്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനിയിപ്പോൾ പപ്പി അറിയാൻ പോവാണ് സത്യയുടെ അമ്മ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ ഭാര്യയാണെന്നുള്ള സത്യം. ഇനി പപ്പി അറിയുമ്പോൾ സത്യങ്ങളെല്ലാം വെളിയിലോട്ട് കൊണ്ടുവരാൻ പപ്പി ശ്രമിക്കുകയാണ് കേട്ടോ.